ആർട്ടിക്കിൾ 14, ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന്റെ മുമ്പിൽ ബ്രാഹ്മണനില്ല, നിയമത്തിന് മുമ്പിൽ അബ്രാഹ്മണനില്ല, അയിത്തക്കാരനില്ല. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. മനുസ്മൃതി എന്താ പറഞ്ഞത്? ബ്രാഹ്മണനൊരു നിയമമാണ്, ശൂദ്രന് മറ്റൊരു നിയമമാണ്. ശൂദ്രൻ താണജാതിക്കാരൻ, കേരളത്തിലെ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ദലിതര് പോലുമല്ല, ചാതുർവർണ്ണയത്തിൽ തന്നെയുള്ള 4ാം വർണ്ണക്കാരനാണ് ശൂദ്രൻ, നായരാണ് ശൂദ്രൻ. ആ ശൂദ്രൻ പോലും വേദം കേട്ടാൽ കാതിൽ ഈയ ഉരുക്കി ഒഴിക്കണം, വേദം ഉച്ചരിച്ചാൽ നാവ് പിഴുത് കളയണം. സ്ത്രീക്കാകട്ടെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, അവക്കൊരവകാശവും പാടില്ല, ചുടല വരെ അവക്ക് അവകാശം പാടില്ല. അങ്ങനെ പറയുന്ന ഒരു കിരാത നിയമം അത് പറഞ്ഞത് ഇന്നീക്വാളിറ്റിയാണ്, അസമത്വമാണ്. അസമത്വത്തെക്കാൾ അധികം തരംതിരിക്കപ്പെട്ട അസമത്വം. മുകളിലോട്ട് പോകും തോറും ഇങ്ങനെ പ്രൊമോഷനാണ്. ഇന്ത്യയിൽ ഓരോ ജാതി എങ്ങനെ, ഈ സർക്കസുകാരുണ്ട്, ഒന്നിൻ്റെ മുകളിൽ ഒരാൾ, അതിൻ്റെ മുകളിൽ മറ്റൊരാൾ, ഇങ്ങനെ മുകളിൽ കയറി ഇരിക്കുന്ന പോലാണ് ഇന്ത്യയിലെ ജാതികൾ നിൽക്കുന്നത്. ഒരു ജാതിയുടെ മുകളിൽ മറ്റൊരു ജാതി, അതിൻ്റെ മുകളിൽ മറ്റൊരു ജാതി, അങ്ങനെ ആകാശം തൊട്ട് ഒരു ജാതി, അവൻ്റെ പേർ ബ്രാഹ്മണൻ. ഭൂമി തൊട്ട് താഴെ ആരും ഇല്ലാത്ത വിധം താഴെ നിന്ന് പോകുന്ന ദളിതൻ, ഇടയിൽ ഇങ്ങനെ കുറേ ജാതിക്കാർ. ദളിതരല്ലാത്ത എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ഞാൻ ആരുടെയൊക്കെ മുകളിലാണല്ലോ, എനിക്ക് ചവിട്ടാൻ ഒരാൾ താഴെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു അഹങ്കാര ബോധവും ചവിട്ടുകൊള്ളുന്നവൻ്റെ ഒരു അധമബോധവും, 2 തരം സമ്മിശ്ര ബോധങ്ങളാണ് ഈ ജാതിക്കകത്ത് ജീവിക്കുന്ന ഇന്ത്യൻ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. അസെൻഡിങ് ഓർഡർ ഓഫ് പ്രിഫറൻസ് ആൻഡ് ഡിസെൻഡിങ് ഡിഗ്രി ഓഫ് കണ്ടന്റ്. മേളിലോട്ട് പോകും തോറും ആദരവ്, താഴോട്ട് വരുംതോറും അനാദരവ് കൽപ്പിക്കപ്പെടുന്ന സാമൂഹ്യ ഘടന. ഈ സമൂഹത്തെയാണ് ഭരണഘടന അഭിസംബോധന ചെയ്യുകയാണ്. ഇക്വാലിറ്റി, തുല്യത. ബ്രാഹ്മണനില്ല, അബ്രാഹ്മണനില്ല, ദളിതനില്ല, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന ഒരു നിയമം. മറ്റൊന്നും എന്താ? ബ്രാഹ്മണൻ കുറ്റകൃത്യം ചെയ്താൽ, ഏറ്റവും വലിയ കുറ്റകൃത്യം, നമുക്ക് പറയാൻ കൊള്ളാത്ത വൃത്തികെട്ട കുറ്റകൃത്യം ബ്രാഹ്മണൻ ചെയ്താൽ മനുസ്മൃതി കൽപ്പിക്കുന്ന ശിക്ഷ എന്നറിയാവോ? സൗജന്യമായിട്ട് ഷേവ് ചെയ്തങ്ങ് വിടാനാണ്. ഫ്രീ ഷേവിങ്, ബർബർഷോപ്പ് മുടി ഫ്രീ ആയിട്ട് വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അവന് ആ ശിക്ഷ എത്രയേ ഉള്ളൂ. ബ്രാഹ്മണന് വലിയ കുറ്റം ചെയ്താൽ, ബലാത്സംഗമോ പിടിച്ചു അറിയോ ഒക്കെ ബ്രാഹ്മണനാണ് ചെയ്തതെങ്കിൽ മനുസ്മൃതി പറയുന്നത് അയാളെ പിടിച്ച് മുടി വെട്ടിക്കളയുക. നേരെ മറിച്ച് അതേ കുറ്റം, അതിനേക്കാൾ കുറഞ്ഞൊരു കുറ്റം ഇവിടുത്തെ പട്ടികജാതിക്കാരനോ ഈഴവനോ പിന്നോക്കക്കാരനോ ചെയ്താൽ അവനെ തല വെട്ടിക്കളയുക. അതാണ് മനുസ്മൃതി പറയുന്നത്. ബ്രാഹ്മണൻ ഇരിക്കുന്ന കസേരയിലെങ്ങാനും ചെന്നൊരു താണജാതിക്കാരൻ ഇരിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ പൃഷ്ഠഭാഗം അങ്ങ് വെട്ടിക്കളയണമെന്ന് പറയുന്നത്, ഈ ബാക്കേ വെട്ടിയങ്കളയണമെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ മനസ്സിനകത്തുള്ള ക്രിമിനൽ കോൺഷ്യസ്നെസ് എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു. എത്ര വലിയ ഹേട്രഡാണ് സഹജീവിയായ മനുഷ്യനോട്, അവൻ്റെ അവകാശങ്ങളോട് എത്ര വലിയ വിരോധമാണ് ഇവിടെ പുലർത്തിയിരുന്നത്. ഇന്ത്യ ഇന്ന് പുലർത്തുന്ന ഹിംസാത്മകമായ ഈ വയലൻസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ഈ ദർശനത്തിലാണ് എന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇന്ത്യയാണ് ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14. പിന്നീടോ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞു, നീതി, സാമൂഹ്യ നീതി വേണം, സാമ്പത്തിക നീതി വേണം, രാഷ്ട്രീയ നീതി വേണം. ഇതൊന്നും പാടില്ല എന്നതാണ് നമ്മുടെ ജാതിയുടെ നിയമം. ജാതി തൂത്താ പോകുന്ന ഒന്നല്ലല്ലോ ജാതി. ഇപ്പം പല വാദങ്ങളുണ്ട്. ജാതി സംവരണം ഉള്ളത് കൊണ്ടാണ് ജാതി, പ്ലാസ്റ്റർ ഉള്ളത് കൊണ്ടാണ് കാല് പൊട്ടിയെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. സംവരണം ഉള്ളത് കൊണ്ടാണ് ജാതി വന്നത്, മനസ്സിലാക്കണം. പനി പിടിച്ചത് കൊണ്ടാണ് മഞ്ഞ് വന്നത് എന്നാണ് പറയുന്നത്. മഞ്ഞ് കൊണ്ടത് കൊണ്ടാണ് പനി വന്നത്. പക്ഷേ ഇവിടെ ഇപ്പം പറയുന്ന വാദം, സവർണ യുക്തി എന്ന് പറയുന്നത്, ഈ പനി പിടിച്ചത് കൊണ്ടാണ് മഞ്ഞ് വന്നത് എന്നാണ് പറയുന്നത്. സംഗതി എത്രത്തോളം അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിലാണ് ജാതി എന്ന് പറയുന്നത്. ഒരാൾക്ക് കുടഞ്ഞു കളയാൻ പറ്റത്തില്ല. എനിക്ക് ജാതിയില്ലാന്ന് ഞാൻ പറഞ്ഞാൽ പറ്റില്ല. എന്നെക്കുറിച്ചുള്ള, എൻ്റെ നാട്ടിലെ എന്നെ അറിയാവുന്ന ജനങ്ങളുടെ പൊതുബോധത്തിൻ്റെ പേരാ ജാതി. എനിക്കത് ഒരു വ്യക്തിക്ക് സ്വയം റദ്ദ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ജാതി, അതിന് മീതെ ഒന്നാണ്. രണ്ടാമത് ജാതിയാകട്ടെ ദൈവം തീരുമാനിച്ചതുമാണ്, മനുഷ്യന് കുടഞ്ഞു കളയാൻ പറ്റുന്നതുമല്ല. ദെയർ ഈസ് എ ഡിവൈൻ സാങ്ഷൻ. അതൊരു പവിത്രപരമായ അനുമതിയുടെ പ്രശ്നമാണ്. ആ ഡിവിനിറ്റി അഥവാ ദൈവശാസ്ത്രത്തെ തകർക്കാതെ ജാതിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞത്, യു കനോട്ട് ഡിസ്ട്രോയ് കാസ്റ്റ് അൺലെസ് യു ഡിസ്ട്രോയ് ദ ഡിവൈൻ സാങ്ഷൻ ബിഹൈൻഡ് ദ കാസ്റ്റ് എന്ന് 36 ജാതി നിർമൂലനം എന്ന പുസ്തകത്തിൽ അംബേദ്കർ പറഞ്ഞു. ജാതിയുടെ പിന്നിൽ ഒരു ദൈവശാസ്ത്രമുണ്ട്, ജാതിയുടെ പിന്നിൽ ഒരു ദൈവികതയുണ്ട്. ആ വേദങ്ങളുടെയും ശ്രുതികളുടെയും മതത്തിന് ഡൈനമിറ്റ് വെക്കാതെ ജാതിയെ തകർക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടന നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ ജാതിയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ്. ജാതിയെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ആർക്കും യാതൊരു നിർബന്ധവുമില്ല. അയിത്തം വേണമെങ്കിൽ പോകട്ടെ എന്നാണ് പറയുന്നത്. അയിത്തം പോയാൽ ജാതി പോകുമോ? അയിത്തം എന്ന് പറയുന്നത്, അത് ബ്രിട്ടീഷുകാരോട് ഇവിടുത്തെ ചില നേതാക്കന്മാർ പോയി പറഞ്ഞു, ഈ ദളിതർക്ക് അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടമേ സമ്മേളനങ്ങളിൽ പറഞ്ഞൊരു കാര്യം എന്താ, അവർക്ക് അവകാശമൊന്നും കൊടുക്കരുത്, അവരോട്
പാവം പ്രവർത്തിക്കുന്ന ഞങ്ങളാണ് ഇന്ത്യക്കാർ, സവർണർ. ബ്രിട്ടനിൽ ചെന്ന് പറഞ്ഞതാണ് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ, ഇന്ത്യയിലെ പട്ടികജാതിക്കാരോട് ജാതീയമായ തെറ്റ് പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുറ്റം ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രായശ്ചിത്തമുണ്ട്, ആ പ്രായശ്ചിത്തം ഞങ്ങൾ ചെയ്യണമെങ്കിൽ അവരോടുള്ള അയിത്തമൊക്കെ മാറ്റിയിട്ട് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള വഴിയിൽ, പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയുള്ള വഴിയിൽ ഉപകരണങ്ങളായി നിൽക്കുന്ന ദളിതരെ നിങ്ങൾ ബ്രിട്ടീഷുകാർ വോട്ടവകാശം കൊടുത്തങ്ങ് മോചിപ്പിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയാതെ വരികയും ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ പറ്റാതെ വരികയും ചെയ്യും. ഞങ്ങളുടെ സ്വർഗവാതിൽ അടയ്ക്കല്ലേ, ദളിതരെ മോചിപ്പിക്കല്ലേ, അവർക്ക് അവകാശങ്ങൾ കൊടുക്കല്ലേ. അംബേദ്കർ പറഞ്ഞ മറുപടി എന്താണ്? ജാതി എന്ന വൃക്ഷത്തിൻ്റെ നിഴലാണ് അയിത്തം എന്ന് പറയുന്നത്. വൃക്ഷത്തെ വെട്ടിക്കളയാതെ നിഴൽ മാറ്റാമെന്ന് പറയുന്നത് പാഴ്വേലയാണ്, വഞ്ചനയാണ്. എന്തായാലും ഈ സംവാദങ്ങൾ അങ്ങനെ പോകുന്നു. പിന്നീട് ആർട്ടിക്കിൾ 15 ജാതിയുടെയോ വംശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ രാഷ്ട്രം ഒരു പൗരനോട് പോലും ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. ഒരു വിലക്കാണത്. മനുവിനെ ചാട്ടവാറ് കൊണ്ട് തല്ലുകയാണ് അംബേദ്കർ. നൂറ്റാണ്ടുകളായി ഈ രാജ്യം ഭരിച്ച ബ്രാഹ്മണ സർവാധിപത്യത്തിൻ്റെ കൊളോണിയൽ രീതിശാസ്ത്രത്തെ ചലഞ്ച് ചെയ്യുകയാണ് അംബേദ്കർ. അതുകൊണ്ടാണ് ആ നിയമമെഴുതിയ മനുഷ്യൻ്റെ പ്രതിമകൾ തട്ടി തകർക്കുന്നത്. കാരണം ഇതൊരു പ്രശ്നമല്ലേ? ഈ സമസ്താധികാരങ്ങളെയും തകർത്ത് കളഞ്ഞൊരു മനുഷ്യനെ സഹിക്കാൻ കഴിയുമോ? അയാളുടെ സിനിമ മലയാളത്തിൽ പോലും ഒന്ന് കാണാൻ പറ്റുമോ? മമ്മൂട്ടി അഭിനയിച്ചതാ. പക്ഷേ നമ്മുടെ നാട്ടിലെ ജാതി കോമരങ്ങൾ പറഞ്ഞു അത് സിനിമ വരരുത്, കാരണം ഇത് പാവപ്പെട്ടവനെങ്ങാണ് ഇത് കണ്ടാൽ അവൻ്റെ മനസ്സിലെങ്ങാണ് ഒരു പുതിയ രാഷ്ട്രവികാരവും ഒരു ദേശീയ ബോധവും പുതിയൊരു സമരാസ്വകതയൊക്കെ ഉണ്ടായാൽ അതുകൊണ്ട് സിനിമ കാണണ്ട. ഇന്നും പ്രതിമകൾ തകർക്കുകയാണ്. ഈ വിരോധത്തിൻ്റെ പിന്നിലെ പ്രശ്നം എന്താണെങ്കിലും ഇങ്ങനെയുള്ള അവകാശങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം പറയുന്ന ഭാഗമുണ്ട്, ട്രാൻസ്ഫോർമേറ്റീവാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം, അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സ് വരുമ്പോൾ സ്ത്രീകൾക്ക് പരിഗണന ഉണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നില്ല അമേരിക്കയിൽ. നേരെ മറിച്ച് നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് ഏറ്റവും അധികം ചവിട്ടിയരയ്ക്കപ്പെട്ടത് ഇന്ത്യയിലെ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകൾക്ക് സ്വത്താവകാശം, ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അവർക്ക് മെറ്റേണിറ്റി ആയിട്ടുള്ള അതിനുള്ള ലീവ്, അതിനു വേണ്ടിയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ, സ്ത്രീകളായ തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ, അത് ചരിത്ര സമൂഹത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നവരാരാണോ അവർക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭരണഘടന സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ വരിയിൽ അവസാനം നിൽക്കുന്ന മനുഷ്യന് ആദ്യ പരിഗണന കൊടുക്കുന്ന ഒരു സങ്കല്പമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന റൈറ്റ്സ്. രണ്ടാമത്, നിങ്ങൾക്കറിയണം, ഇവിടെ തൊഴിലില്ലായ്മ വേതനമെന്ന് നമ്മൾ പറയും, തെറ്റായൊരു പ്രയോഗമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്നാണ് ലോകം അതിന് പറയുന്നത്. ആരാണ് ഇന്ത്യയിൽ വന്നത്? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ഡോക്ടർ അംബേദ്കറാണ്. അത് പലർക്കും അറിയില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചൊരു കാര്യമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. തൊഴിലില്ലാതെ വന്നാൽ അതിന് ടാക്സ് കൊടുക്കണം, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്. ലോകരാഷ്ട്രങ്ങളിൽ പലയിടത്തും അതുകൊണ്ട് ഇന്ത്യയിൽ അത് വേണ്ട രീതിയിലില്ല. അങ്ങനെ ഒരു കാര്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ രൂപയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കറൻസിക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംബേദ്കറുടെ നിർദ്ദേശമാണ്. ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പണിമുടക്കാനുള്ള അവകാശം, അവരുടെ PF, അതുപോലുള്ള അവകാശങ്ങൾ, ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉള്ള ഏറ്റവും വലിയ ഇന്ത്യൻ ജനസംഖ്യയിൽ 90% തൊഴിൽ അസംഘടിത മേഖലയിലാണ്. ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ അത് ഇന്ത്യയിൽ ശുപാർശ ചെയ്യുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പോൾ അംബേദ്കറുടെ നിയമനിർമ്മാണം തുടങ്ങുന്നത് ഭരണഘടനാ അസംബ്ലിയിൽ മാത്രമല്ല, അതിനു മുമ്പേ 42-43 വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളികൾക്ക്, ഇന്ത്യൻ സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ ദളിതുകൾക്ക് വിദ്യാഭ്യാസമുള്ള ഗ്രാൻറ്റുകൾ, സ്കോളർഷിപ്പുകൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യമാണ് ഭരണഘടനാ അസംബ്ലിയിൽ വന്നപ്പോൾ സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട്. അത് ഒരു ചെറിയ മോഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് എഴുതി കൊടുത്തു. ഇതാ ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഭരണഘടന ഇതാണ്, ഇതിലുണ്ടെന്ന് പറഞ്ഞ് നെഹ്റുവിൻ്റെ മുമ്പിൽ വെച്ചു. ആ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്തോളം അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. അതിലുള്ളിടത്തോളം കുറച്ച് അവകാശങ്ങൾ. അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇന്ത്യൻ സമ്പത്ത് ഒരിക്കലും ഒരു ന്യൂനപക്ഷം വരുന്ന അദാനിമാരുടെയോ അംബാനിമാരുടെയോ കയ്യിലേക്ക് കേന്ദ്രീകരിക്കപ്പെടേണ്ട ഒന്നല്ല. അത് പൊതു താല്പര്യപ്രകാരം അത് വിതരണം ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ ഇക്കണോമിയെക്കുറിച്ച് ഭരണഘടന ആർട്ടിക്കിൾ 38(1), 38A, 38B, 39 ലോക ഭരണഘടന ഇത്രയും വലിയ സാങ്കല്പം, ഇത്രയും വലിയ സോഷ്യൽ സങ്കല്പങ്ങളില്ല. ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ മൂലധനം എല്ലാ ഇന്ത്യക്കാർക്കും ജാതിമത ഭേദമന്യേ വിതരണം ചെയ്യാൻ ആവശ്യമായ തരത്തിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വിധേയമാക്കണം.
പൊതു താല്പര്യത്തിന് എതിരായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടാൻ പാടില്ല. ഇന്ത്യയുടെ അഗ്രികൾച്ചർ അതൊരു ഇൻഡസ്ട്രി ആക്കി മാറ്റണം. ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആക്കണം, അത് സ്റ്റേറ്റ് ഇൻഡസ്ട്രി ആക്കണം. കർഷകർക്ക് ഭൂമിയും കർഷകർക്ക് വെള്ളവും അവന് വൈദ്യുതിയും അവന് വളവും കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള വെൽഫെയർ ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും, അധ്വാനിക്കുന്ന തൊഴിലാളികൾ, പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി, ആ റൈറ്റ് കൊണ്ടുവന്ന അംബേദ്കറാണ്. വിശദാംശങ്ങൾ പോകാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു പക്ഷേ ലോകത്തെ ഒരു ഭരണഘടനയുടെയും കമ്പയർ ചെയ്താൽ അവിടെ ഒന്നുമില്ലാത്ത പൗരന്മാർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ എൻഷുർ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിന് സോഷ്യോ എക്കണോമിക് ഘടകങ്ങളുണ്ട്, അങ്ങേയറ്റം സാമ്പത്തിക ശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ രാജ്യത്ത് വന്നത്. പക്ഷേ ആ ഭരണഘടന കഴിഞ്ഞ 75 വർഷക്കാലമായി നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഭരണഘടന എന്ത് ലക്ഷ്യത്തോടാണോ, ഭരണഘടന ഏത് ആശയങ്ങളാണ് മുറുകെ പിടിക്കുന്നത്, അതിന് നേരെ വിപരീതമായ ദിശയിലേക്ക് രാഷ്ട്രം ഇന്ന് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗരാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ നോക്കുക, നമ്മളിന്ന് ആസാമിൻ്റെ ഉൾപ്രദേശങ്ങളിൽ കാണുന്നത് എന്താണ്? മറ്റൊരു ബുൾഡോസർ രാജാണ്. കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് സുപ്രീം കോടതി പറയുന്നുണ്ട്, ഇടിച്ചു നിരത്തരുത്, അങ്ങനെ ബുൾഡോസ് ചെയ്യരുത്. ഇത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇത് ഭരണകൂടത്തിന് ബാധകമാണോ? എന്താണ് ന്യൂഹിൽ നമ്മൾ കണ്ടത്? 100 കണക്കിന് ഒന്ന് വിമർശിക്കപ്പെട്ടാൽ, ഒരു ഭരണകൂടത്തെ ചോദ്യം ചെയ്താൽ, അല്ലെ അവകാശങ്ങൾ ചോദിച്ചാൽ, പൗരന്മാർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണെങ്കിൽ, ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവൻ്റെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ്. ഇന്നലെ വരെ കുട്ടികളോടൊപ്പം, ഭാര്യയോടൊപ്പം, മാതാപിതാക്കൾക്കൊപ്പം സ്വന്തമെന്ന് കരുതി ജീവിച്ച കുടിലുകൾ ഭരണകൂടത്തിൻ്റെ ഈ ഉപകരണങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇടിച്ചു നിരത്തുകയാണ്. ബുൾഡോസർ ഇടിച്ചു നിരത്തുന്നു. അവരെവിടെ പോകും? അപ്പോൾ ഇന്ത്യൻ പൗരന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രം മാറുന്നു. ഏകപക്ഷീയമായി കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം, ഈ ഓർഡിനൻസ് രാജിലൂടെ കൊണ്ടുവന്ന നിയമങ്ങൾ, ആലോചനകളില്ല, പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്നില്ല, ചർച്ചകളില്ല. ഏകപക്ഷീയമായി ഈ രാജ്യത്തെ പൗരന്മാരെ ബാധിക്കുന്ന ആയിരക്കണക്കിന് നിയമങ്ങളാണ് ഈ രാജ്യത്തെ പാർലമെന്റിൽ ഇങ്ങനെ ചുട്ടെടുത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെഡറലിസം നമ്മൾ ആലോചിക്കണം, എന്താണ് ഈ രീതി? ഇത് യൂണിയനും ഫെഡറലും അതിൻ്റെ തത്വങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ത്യ അംബേദ്കർ വിഭാവനം ചെയ്യിക്കുന്ന വളരെ വളരെ മനോഹരമായിട്ടാണ്. ഇവിടെ സ്റ്റേറ്റിന്, യൂണിയന്, കേന്ദ്രത്തിന് അതിൻ്റെ റോളുണ്ട്, സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ കവർന്നെടുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല. കേന്ദ്രത്തിൻ്റെ കടമകൾ സംസ്ഥാനങ്ങളോട് നിർവഹിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മുടെ നാടിൻ്റെ വികസനത്തെ ഒരുപക്ഷെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ അഭിസംബോധന ചെയ്യാനും അതിനനുസരിച്ച് പൗരന്മാരുടെ അവകാശങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സ്റ്റേറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചർ ആവശ്യമാണ്. ഇപ്പോൾ എവിടെയാ ഫെഡറലിസം ഉണ്ടോ? ഒരു വ്യക്തികൾപ്പം ഗവർണർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഹെഡ് എന്ന് മാത്രമാണ് അംബേദ്കർ പറഞ്ഞത്. ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രസിഡന്റ് ഒരു നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഹെഡാണ് നമ്മുടെ പ്രസിഡന്റ്. പക്ഷെ പവർ, ഏകാധിപതിയെ പോലെ പെരുമാറാനുള്ള അധികാരം പ്രസിഡന്റിനില്ല. നമ്മുടേതൊരു പാർലമെന്ററി സംവിധാനത്തിൽ പ്രൈം മിനിസ്റ്റർ ഓറിയന്റഡ് ആണ്. പ്രൈം മിനിസ്റ്റർ പോലും അധികാരം സ്വതന്ത്രമായി വിനിയോഗിക്കാൻ പറ്റുകയില്ല. കാരണം അത് പാർലമെന്റിലെ ചർച്ചകൾക്ക് അത് വിധേയമാണ്. സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് സംവിധാനത്തിന് സമാന്തരമായ ഒരു ഹെഡുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു റോള് മാത്രമാണ് ഒന്ന് ഒപ്പിടാനുള്ള, കൺസെന്റ് കൊടുക്കാനുള്ള ഒരു അധിപനുണ്ട് എന്ന നിലയ്ക്ക് ഉള്ള റോള് മാത്രമാണ് ഗവർണർക്കുള്ളത്. അതിനപ്പുറം ഒരു സംസ്ഥാനത്തെ പൗരന്മാരുടെ മേലും ആ പൗരന്മാർ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെതിരെയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെയും ആജ്ഞാപിക്കാനും അധികാരം വിനിയോഗിക്കാനും ഒപ്പിടില്ലെന്ന് പറയാനുള്ള ഏകാധിപത്യം ഭരണഘടനയിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നോ, അങ്ങനെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഗവർണർ രാജികളാ, മുഖ്യമന്ത്രി ഭരണമല്ല, ഗവർണർ ഭരണങ്ങളാ. എന്താ കാര്യം? അതിൻ്റെ ദുരന്തം എന്താണെന്നറിയാമോ? ക്ലൈമറ്റ്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു. ഒരു നാടിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ, പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് ഭരണത്തിന് മാത്രമാണ് അത് ശരിയായ തരത്തിൽ പരിഹരിക്കാൻ പറ്റുക. അതിൻ്റെ ബലിയാടുകളാണ് വയനാട്ടിലെ ജനങ്ങൾ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, നമുക്കറിയാം. എന്നിട്ട് എന്താ സംഭവം? സ്റ്റേറ്റിന് എന്തായിരുന്നു കേന്ദ്രത്തിന് സമീപനം? ഗവർണറുടെ അഭ്യാസങ്ങൾക്ക് ഒത്താശ കൊടുക്കുന്ന കേന്ദ്രം പറയണം. വയനാടിന് വേണ്ടി നയ പൈസ കൊടുക്കാൻ, സഹായിക്കാൻ ഒരു കേന്ദ്ര ഭരണകൂടം തയ്യാറായില്ല, കൈയൊഴിഞ്ഞു. പ്രളയം വന്നപ്പോഴും അതായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ.
അപ്പോൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെഡറൽ സംവിധാനം ഇന്ന് തകർക്കപ്പെടുന്നു. മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രതിപക്ഷം ഇല്ലാതാകുന്നു. മറ്റൊന്ന്, ഇവിടെ സവിശേഷമായി അവകാശങ്ങൾ പ്രത്യേക തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ജനങ്ങളുണ്ട്. ഇവിടുത്തെ ആദിവാസികൾ അറിയാമല്ലോ. ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് പ്രാതിനിധ്യമില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ മഷിയിട്ട് നോക്കാൻ പോലും ആദിവാസികളില്ല. അതാണ് അവരവസ്ഥ. ഈ രാജ്യത്തിൻ്റെ ഉദ്യോഗ അധികാര മേഖലകൾ, മണ്ഡൽ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ഏത് പഠനങ്ങൾ എടുത്ത് നോക്കൂ, ഇന്ത്യയുടെ ഈ ബ്യൂറോക്രസി, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് പോലുള്ള ഹയർ ബ്യൂറോക്രസി ആരുടെ കയ്യിലാണ്? ജനസംഖ്യയിൽ വെറും 3% വരുന്ന ബ്രാഹ്മണരും മൊത്തം വരുന്ന 12% സവർണറുടെ കയ്യിൽ ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ ഏതാണ്ട് 90% അവരുടെ കുത്തകയായിരിക്കുന്നു. ഇതിനിപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ ഗവായി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ദളിതരിൽ നിന്നും രണ്ടാമത് കെ ജി ബാലകൃഷ്ണൻ കഴിഞ്ഞിപ്പോൾ രണ്ടാമതൊരു ഗവായി വന്നു, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടുത്തെ ദളിതരിൽ നിന്നോ മുസ്ലിങ്ങളിൽ നിന്നോ ചീഫ് ജസ്റ്റിസ് പദവികളിലേക്ക് വരാൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവി 48 പേരുണ്ട്. അതിനകത്ത് ഇന്ന് വരെ ഒരു ദളിതൻ വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ് അധികാര തലങ്ങളിൽ ഇപ്പോഴും ഈ അസന്തുലിതാവസ്ഥ നിൽക്കുന്നു. ഭരണഘടന പറഞ്ഞത് എന്താണ്? ഇക്വാലിറ്റി. ഭരണഘടന പറഞ്ഞത് എന്താണ്? റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യാനുപാതികമായ പ്രൊപ്പോർഷണേറ്റ് റെപ്രസെൻറ്റേഷൻ എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കണമെന്ന് ഭരണഘടന പറയുന്നു. 15(4) 16(4) പിന്നെ ഒട്ടനവധി വകുപ്പുകളും. പക്ഷേ ഇപ്പോഴും എന്താ അവസ്ഥ? നമ്മുടെ കേരളത്തിൽ നിയമസഭയുണ്ട്. സംവരണ മണ്ഡലത്തിലൂടെ മാത്രമേ ഒരു പട്ടികജാതിക്കാരന് മത്സരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ദളിതൻ അവന് CPM ആയാൽ, കോൺഗ്രസ് ആയാൽ, BJP ആയാൽ ജനറൽ സീറ്റിൽ മത്സരിക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ പ്രബുദ്ധ കേരളം പോലും ദളിതരോട് കാണിക്കുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ പാർലമെന്റിലെ മുസ്ലിം പ്രാതിനിധ്യം എന്താ? ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ വർക്കിംഗ് ഡെമോക്രസിയാണ്. ആ വർക്കിംഗ് ഡെമോക്രസി എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു മുസ്ലിം മെമ്പർ പോലും ഇല്ല എന്ന് വരുമ്പോൾ ഈ പാർട്ടി എങ്ങനെ ഡെമോക്രാറ്റിക് പാർട്ടിയാവുന്നത്? എന്ത് ഡെമോക്രസിയാണ് പറയുന്നത്? ഇനി ഇന്ത്യൻ പാർലമെന്റ് 20 കോടിയിലധികം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. 20%-ലധികമാണ്. ഈ 20 കോടിയിലധികം വരുന്ന, അഥവാ 200 ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലെ പ്രാതിനിധ്യത്തിന്റെ കണക്ക് കേവലം 4.4% ആണ്. 4% മാത്രമേ പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ളൂ ഒരു സമൂഹം. ഒരു പക്ഷേ ഈ മുസ്ലിം വേട്ട തന്നെ ഈ രാജ്യത്ത് വഖഫ് ആക്ട് പോലുള്ള ആക്ടുകൾ കൊണ്ടുവരുമ്പോൾ ചില സമൂഹങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രം എല്ലാവരുടേതും കൂടിയല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു സമൂഹങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം ഉണ്ടാകുന്നത്? വഖഫ് ആക്ട് വരുന്നു, ഏക സിവിൽ കോഡ് വരുന്നു, പിന്നെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു, മുത്തലാഖ് ആക്ട് വരുന്നു. ഈ ആക്ടുകളുടെ എല്ലാം ടാർഗറ്റ് ആരാവുക? സ്വാഭാവികമായി. ഇനി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തത് ആരാണ് ഏറ്റവും കൂടുതൽ? ഈ പറയുന്ന സംഘപരിവാറിന് വല്ല റോളുമുണ്ടോ? ഏതെങ്കിലും RSSകാർ രക്തസാക്ഷിയായിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ പോർട്ട് ബ്ലെയറിൽ പോയി മാപ്പ് പറയുക, എന്നിട്ട് കാലേ വീഴുക, മാപ്പ് എഴുതി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു റോളും വഹിച്ചിട്ടില്ലാത്തവർ അധികാരത്തിൽ കയറിയിരുന്നു കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ ജീവൻ വെടിഞ്ഞ ഏറ്റവും വലിയ സമുദായം ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ്. അതുകൊണ്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുതൽ എത്രയോ വിപ്ലവകാരികളെ സംഭാവന ചെയ്ത ഒരു സമൂഹം. പക്ഷേ അന്ന് അവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടന പ്രത്യേകമായ പരിരക്ഷകൾ കൊടുക്കണമെന്ന് പറഞ്ഞ ഒന്നാണ് ഇന്ത്യയിലെ ദളിതുകൾ. അവരുടെ സംവരണമൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പൊ സവർണ സംവരണമാണ്, EWS ആണ്. ദളിതന് സംവരണമില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് വെട്ടിക്കുറച്ചത്. ദളിത് കുട്ടികൾ ഇനി പഠിക്കണ്ട, SC/ST വിദ്യാർത്ഥികൾ ഇനി പഠിക്കണ്ട, അവന് സ്കോളർഷിപ്പുകളില്ല. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു. ആ പോളിസിക്കകത്ത് പട്ടികജാതിക്കാർ പഠിക്കേണ്ട 4 ഇയർ ഡിഗ്രിക്കകത്ത് എക്സിറ്റുകൾ, ഇറങ്ങിപ്പോകാനുള്ള വാതിലുകൾ കൂടുതലാണ്. ഇനി നമ്മൾ ചാതുർണ്യവും വേദവും ഇതിഹാസവും ഒക്കെ ആയിരിക്കും നാളെ പഠിക്കേണ്ടി വരിക. പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജാക്കന്മാരെ വെട്ടിക്കളയുന്നു. ഇവിടെ പറഞ്ഞ കാര്യം വിശദീകരിക്കുന്നില്ല. ഔറംഗസീബിനെ പോലുള്ളവർ, അക്ബറിനെ പോലുള്ളവർ, ഇവിടെ ടിപ്പു സുൽത്താൻ എത്ര ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി ടിപ്പു സുൽത്താൻ നിർമ്മിച്ചു കൊടുത്തത്. പക്ഷെ ആ ടിപ്പുവിൻ്റെ ചരിത്രം ഇനി നമ്മൾ പഠിക്കണ്ട. മുഗൾ രാജാക്കന്മാരെ വെട്ടിക്കളയുക. ഈ ഒരു 9 വർഷം ഭരിക്കാൻ കിട്ടിയപ്പോഴേക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തുടച്ചു കളയാൻ, അതിനാണല്ലോ ഇപ്പോൾ ഒരു പുതിയ വാദം വന്നത്. സെക്കുലർ എന്ന വാക്ക് ഭരണഘടനയിൽ വേണ്ട. കേവലം ഒരു വാക്കിനെ തുടച്ചു കളയാനുള്ള ഉദ്യമമല്ലല്ലോ അത്. ആ ഒരു വാക്കിൻ്റെ പ്രൊട്ടക്ഷനിൽ നിലകൊള്ളുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ തുടച്ചു കളയാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് അവർ പറയുന്നത്. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് വേണ്ട. കബീർ സാറിലൂടെ പറയുന്നു. എന്താ കാര്യം? നമ്മുടെ ക്ഷേമരാഷ്ട്ര പദ്ധതികൾ വേണ്ട. ഈ രാജ്യത്തിൻ്റെ എക്കണോമി, GDP, മോഡേൺ എക്കണോമിക്സ് നമ്മൾ പഠിച്ചാൽ നിങ്ങൾക്കറിയാം. ലോകത്തെ രാജ്യങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാൽ, അല്ലെ ധനകാര്യ മാനേജ്മെൻറ്റുകൾ പഠിച്ചാൽ,
അവിടെ ഒന്നും ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ നിർണ്ണയിക്കുന്ന അടിസ്ഥാനമായ ഘടകം GDP അല്ല. GDP ഉണ്ടാക്കണമെങ്കിൽ ഒരു അംബാനി വിചാരിച്ചാൽ പറ്റും, അദാനി വിചാരിച്ചാൽ പറ്റും, രാജ്യത്തെ കോടീശ്വരന്മാർ വിചാരിച്ചാൽ പറ്റും. ഇന്ത്യൻ എക്കണോമിയുടെ 90% 3% വരുന്ന വരേണ്യന്മാരുടെ സമ്പന്നരുടെ കയ്യിലാണ്. ഭൂരിപക്ഷം ജനങ്ങൾക്ക് എക്കണോമി ഇല്ല. അപ്പം GDPക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമി വിഭവങ്ങളായി, ഭൂമിയായി, ക്യാപിറ്റലായി ജനങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മറ്റ് മാനദണ്ഡങ്ങളാണ് ഇന്ന് ലോകം അടിസ്ഥാനമാക്കുന്നത്. പക്ഷെ നമ്മുടേതോ രാജ്യം വളരുകയാണ് പോലും. എവിടോട്ടാണ് രാജ്യം വളരുന്നത്? ഇന്ത്യൻ എക്കണോമിയെ തകർത്തു. ഒരുപിടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ എഴുതി തള്ളുമ്പോൾ പാവപ്പെട്ടവനിൽ വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നാൽ അവൻ്റെ വീട് ജിപ്തി ചെയ്യുകയും അവൻ ആത്മഹത്യ ചെയ്യുന്ന വൈരുദ്ധ്യമാണ് ഇവിടെ ഉള്ളത്. ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യണ്ടേ? ഇതിന് പരിഹാരമാണ് നമ്മുടെ രാജ്യത്ത് ഭരണഘടന. അതുകൊണ്ട് ഭരണഘടന തന്നെയാണ് പരിഹാരം. ഇത് സോഷ്യലിസ്റ്റ് ഉള്ളടക്കമുള്ളൊരു ഭരണഘടനയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തുള്ള ഓരോ സംഭവവികാസങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നൊന്നായി ഈ ഡെമോക്രസിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ജനങ്ങളെ പണിഷ് ചെയ്തുകൊണ്ട്, ജനങ്ങൾക്കെതിരെയുള്ളൊരു യുദ്ധപ്രഖ്യാപനമായി ഇന്ന് നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണം ഇന്നും മാറിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ട, നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മുടെ മുമ്പിൽ മറ്റ് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഭരണഘടനയാണ് ഉത്തരം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ആൻസർ എന്ന നിലയിലേക്ക് നമ്മൾ കാര്യങ്ങൾ വരികയാണ്. നമ്മുടെ ഇപ്പോൾ ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞു, ഭരണഘടന അങ്ങേയറ്റം പ്രാഗ്മാറ്റിക്കാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനങ്ങ് നിർത്താം, പിന്നെ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഒന്ന്, നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടൻ്റെ ഒന്നും പകർത്തിവെപ്പല്ല. ഒന്ന്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ പകർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അംബേദ്കർ പറയുന്നുണ്ട്, ബ്രിട്ടൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഭൂരിപക്ഷം കിട്ടുന്നൊരു പാർട്ടിക്ക് നിയമം നിർമ്മിക്കാം, ഏകപക്ഷീയമായി നിയമം നടപ്പിലാക്കാം. കാരണം എന്താ, ആ പാർട്ടി ശരിയായ പൊളിറ്റിക്കൽ മെജോറിറ്റി കിട്ടുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഭൂരിപക്ഷം വരുന്ന ബ്രിട്ടനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പാർട്ടി ഒരിക്കലും ജനങ്ങളുടെ അനുമതിയോടെ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നവരാവുകയില്ല എന്ന് അംബേദ്കർ പറഞ്ഞത്. എന്താ കാര്യം? അത് അദ്ദേഹം സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെ തോട്ട്സ് ഓൺ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ, ഇന്ത്യയിൽ മജോറിറ്റി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മെജോറിറ്റി അല്ല, നമുക്കുള്ളത് കമ്മ്യൂണൽ മെജോറിറ്റിയാണ്, സാമുദായിക ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് കപടമായ, കൃത്രിമമായ ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷ കപട നിർമ്മിതിക്കകത്താണ് രാജ്യം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം ആരാ? ഇവിടുത്തെ ദളിതുകൾ, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ, OBC, ഇവിടുത്തെ മുസ്ലിങ്ങൾ, മൈനോറിറ്റീസ്, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ. അങ്ങനെ ഈ രാജ്യത്തെ യഥാർത്ഥ സാമൂഹ്യ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്നോക്ക, ഈ ദളിത്, ആദിവാസി, ഗോത്ര വിഭാഗങ്ങളാണ്. പക്ഷേ ഈ രാജ്യം എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഹിന്ദു രാഷ്ട്രമാണ്. കാരണം എന്താ? ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്. ഈ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താ? ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു നറേറ്റീവാണിത്, ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ആഖ്യാനമാണ്. ഈ ആഖ്യാനത്തിൻ്റെ ഫലമായിട്ടാണ് കൃത്രിമമായ ഒരു ഹിന്ദുരാഷ്ട്ര നിർമ്മിതി ഉണ്ടാക്കുന്നു. ആ നിർമ്മിതിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കാൻ പാടില്ല. കാരണം കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഒരിക്കൽ ഒരു സമുദായത്തിന് കഴിയും. ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന മിത്ത് വെച്ചുകൊണ്ട് അതുണ്ടാക്കും. അതുകൊണ്ട് ബ്രിട്ടൻ്റെ മാതൃക സ്വീകാര്യമല്ല അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു സമാന്തരമായ മാതൃകയ്ക്കകത്താണ് പ്രതിപക്ഷത്തിന് കൂടുതൽ റോള് കൊടുക്കുന്നതും. സംസ്ഥാനങ്ങൾ ഒരു ഏകാധിപത്യ കേന്ദ്രീകൃത ഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വികേന്ദ്രീകൃതമായ ഫെഡറൽ സംവിധാനം വേണം എന്ന് അംബേദ്കർ വാദിക്കുന്നതിൻ്റെ യുക്തി അതാണ്. അതുകൊണ്ടാണ് ഇന്ന് തമിഴ്നാടിനെയൊക്കെ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത്, സൗത്ത് ഇന്ത്യയെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ബജറ്റ് വിഹിതത്തിനകത്ത് നമ്മൾ ദക്ഷിണേന്ത്യയെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജോൺ ഡിവേ ലോകം കണ്ട ഏറ്റവും വലിയ ഡെമോക്രസിയുടെ പ്രാഗ്മാറ്റിസം മുന്നോട്ട് വെച്ച ചിന്തകൻ ജോൺ ഡിവേ ആയിരുന്നു. ആ ജോൺ ഡിവേ അംബേദ്കറുടെ ഗുരുനാഥനായിരുന്നു. അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ജോൺ ഡിവേ അംബേദ്കറുടെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് അത്ര ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ് ബാബാ സാഹേബ് അംബേദ്കർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അംബേദ്കർ പറയുന്നത്, കമ്മ്യൂണൽ മെജോറിറ്റി ഇളക്കാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല, സ്ഥിരമാണ്. നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രങ്ങളുടെയും ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന അജണ്ടകളുടെയും മാനിഫെസ്റ്റോയുടെയും അടിസ്ഥാനത്തിൽ പൗരന്മാർ സ്വതന്ത്രമായി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ഒരു സ്വതന്ത്രമായ ഫെയർ ഇലക്ഷൻ്റെ കാലത്ത് മാത്രമേ പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ. അത്തരൊരു പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് നമുക്ക് വേണ്ടത്. അത് കേവലം പൊളിറ്റിക്കൽ ഡെമോക്രസി ആകരുത്. 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ്, എന്നിട്ട് നമ്മൾ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നു, അവർ അധികാരികളാകുന്നു. ഇതിൻ്റെ പേരല്ല ഡെമോക്രസി. അംബേദ്കർ പറയുന്നു, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഈസ് ദ ടിഷ്യൂ ആൻഡ് ഫൈബർ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ
അലകും പിടിയുമായി സാമൂഹ്യ ജനാധിപത്യം മാറണം, സാമ്പത്തിക ജനാധിപത്യം മാറണം. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് അംബേദ്കർ ഡെമോക്രസിയിൽ. എന്താണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്? അവിടെയാണ് എല്ലാവരെയും ഇക്വാലിറ്റി, തുല്യമായി കാണുന്ന, തുല്യമായ അവസരങ്ങളുള്ള, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? അംബേദ്കർ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം തരുന്നു, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് സോഷ്യൽ ഫ്രീഡവും എക്കണോമിക് ഫ്രീഡവും തരുന്നു. പൗരന്മാരുടെ ഈ സോഷ്യോ എക്കണോമിക് ഫ്രീഡം അത് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് രാഷ്ട്രവിഭാവന വേണം. അതുകൊണ്ടാണ് അംബേദ്കറുടെ വെൽഫെയർ സ്റ്റേറ്റ് അത് ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെയും മോഡി കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഭരണഘടനയുടെ ഹൃദയത്തെ ഞെരുക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഡെമോക്രസിയെ കശാപ്പ് ചെയ്യുന്നത്. ആ കശാപ്പിൻ്റെ മുനമ്പിലാണ് മുഹമ്മദ് അഖിലാക്കുമാരുണ്ടാകുന്നത്, ബീഫ് ടെറർ ഉണ്ടാകുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മുടെ ഭരണഘടന തരുന്ന മറ്റൊരു മൗലിക അവകാശമാണ്. അഭിപ്രായം പറയാൻ ഇപ്പം കഴിയുമോ? സോഷ്യൽ മീഡിയ പോലും വാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഭരണകൂടത്തെ വിമർശിച്ചാൽ നാളെ അറസ്റ്റ് ചെയ്യപ്പെടും. എത്ര പേരെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മീഡിയകളെ വിലക്കെടുക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലെ മീഡിയ, അറിയാമല്ലോ, PR-ന് ചെലവഴിക്കുന്നത്. മാധ്യമങ്ങളെ ഇങ്ങനെ ചങ്ങലക്കിടുന്നു, നാവുകൾ അരിഞ്ഞു വീഴ്ത്തുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നു, പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നു. സത്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. അവർ ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ. നമ്മുടെ ജനാധിപത്യം അങ്ങേയറ്റം അപകടത്തിലാണ്. അതുകൊണ്ട് ഈ ഡെമോക്രസിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അവിടെയാണ് കാതലായ ചില മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർ ഉയർത്തുന്നത്. കാസ്റ്റ് സെൻസസ് വിശദീകരിക്കില്ല ഞാൻ. എന്തുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇന്ത്യ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ആരുടെ കയ്യിലാണ് വിമാനത്താവളങ്ങൾ ഇരിക്കുന്നത്? ആരുടെ കയ്യിലാണ് ട്രേഡ് കോൺട്രാക്ട്സ്, ഗ്ലോബൽ ട്രേഡ് കോൺട്രാക്ട്സുകളുടെ ഗുണം കിട്ടുന്നത്? ആർക്കാണ്? കണക്ക് വരട്ടെ. ആ കണക്ക് വന്നാൽ കള്ളി വെളിച്ചത്താകും. ആ വസ്തുതകൾ വെച്ചുകൊണ്ട് വേണം ഈ രാജ്യത്തിൻ്റെ വികസന നയം രൂപീകരിക്കാൻ. അതുകൊണ്ട് ഇന്ത്യയുടെ വെൽഫെയർ സ്റ്റേറ്റിന് ആധാരമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സെൻസസ്. അത് കൊണ്ടുവരാമെന്ന് അവർ പറയുമ്പോൾ ആ സെൻസസ്, അവർ കൊണ്ടൊരു സെൻസസ് നമ്മൾ ഉദ്ദേശിച്ച സെൻസസ് അല്ല. അത് വെറും കണക്കെടുപ്പ് മാത്രമായിരിക്കും. അതിനപ്പുറം ഇന്ത്യയിലെ പൗരന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് വ്യക്തമായ, സൂക്ഷ്മമായ, സമഗ്രമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സെൻസസ് ഈ രാജ്യത്ത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ്, ഞാൻ അധികം പറയുന്നില്ല. പാർലമെൻറ്റിൽ ഏക സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ എതിർത്തു. അങ്ങനെ എതിർത്ത നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറാൻ വേണ്ടി ഈ ഏക സിവിൽ കോഡ് പറയുന്നത്? ഹിന്ദുക്കൾക്കൊരു നിയമമുണ്ടോ? ബ്രാഹ്മണനും പുലയനും ഒരു നിയമമില്ലാത്ത രാജ്യത്ത് മുസ്ലിമിൻ്റെ മേൽ നിയമം കെട്ടിവെക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഒരു ന്യൂനപക്ഷങ്ങളുടെ മേലും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മേൽ അവരുടെ അനുമതിയില്ലാതെ നിയമം അടിച്ചേൽപ്പിക്കാൻ ഒരു പാർലമെന്റിനും അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ പറഞ്ഞ വാക്കുകളാണിത്. പിന്നെ എന്തിനാ ഏക സിവിൽ കോഡ്? ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള ചൂടുവെപ്പാണ്. മതപരിവർത്തനം. എന്താ കാര്യം? ബ്രാഹ്മണ്യത്തിൻ്റെ കീഴിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ പാടില്ല. ഒരു അടിമകൾക്ക് പോലും മോചനം പാടില്ല. കുറച്ചുപേരൊക്കെ മോചനപ്പെട്ട് പുറത്തു വന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് വലിയ ചില മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, നവോത്ഥാനം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ നിയമങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൗരത്വം എന്ന് പറയുന്നത് വീണ്ടും എടുത്തുകൊണ്ട് വരിക. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇനി സർട്ടിഫിക്കറ്റുകൾ വെക്കണം. നാളെ കേരളത്തിലും വരും മുത്തച്ഛൻ്റെ സർട്ടിഫിക്കറ്റ്. എന്ന് മുതലാണ് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത്? ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് മുതലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്? അതുകൊണ്ട് അച്ഛൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും? അപ്പോൾ ഇതൊക്കെ പക്ഷേ ജർമ്മനിയിലും മറ്റും നടപ്പിലാക്കിയ, ഇറ്റലിയിലും മറ്റും നടപ്പിലാക്കിയ ആ ഒരു ഏകാധിപത്യ ഫാസിസത്തിൻ്റെ ഒരു വരവാണ് നമ്മൾ കാണുന്നത്. കാരണം മുസോളിനിയൊക്കെ പോയി കണ്ടാണല്ലോ ഇവർ കാര്യങ്ങൾ. അന്നേ മൂഞ്ച പോയിട്ട് മുസോളിനിയെ പോയി കണ്ട് ഹിറ്റ്ലറുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ അവരുടെ പദ്ധതികൾ തുടങ്ങിയത്. അത് 100 വർഷം കഴിയുന്നു, ആകാൻ പോകുന്നു. ഒരു ഒക്ടോബറിലേക്കാകുമ്പോൾ ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കാനാണ് RSS BJP ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. അതിൻ്റെ യുദ്ധമുനമ്പിലാണ് പൗരന്മാരുള്ളത്. വലിയ വില കൊടുക്കേണ്ടി വരുന്ന പൗരന്മാരാണ്. പക്ഷേ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ, ഒരു കാലത്ത് ഒറ്റിക്കൊടുത്തവർക്ക് വീണ്ടും ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ വേദനിക്കേണ്ടത് ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചവരാണ്, ഈ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹോമിച്ചവരാണ്, ഈ രാഷ്ട്രത്തിലെ ജനാധിപത്യ ഭാവനകൾ സംഭാവന ചെയ്ത സമൂഹങ്ങളാണ്. അതുകൊണ്ട് ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടേതല്ല, അവരുടെ ചിന്തയിലുള്ള കാര്യമല്ല, അവർ തന്നതുമല്ല. അത് പൊരുതി വാങ്ങിയത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരൻ്റെ ശരിയായ പ്രതിനിധികളാണ്, ഇന്ത്യൻ വംശജരാണ്.
അതുകൊണ്ട് ഈ ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും കഴുത്ത് ഞെരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരൻ എഴുന്നേറ്റ് നിൽക്കേണ്ട, ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്നത് 400 സീറ്റുകൾ മേടിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയുള്ള വലിയ വിജയം കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നല്ലോ. എന്നിട്ട് ബാബരി മസ്ജിദ് പൊളിച്ച ആ നിൽക്കുന്ന മണ്ഡലത്തിൽ ദയനീയമായി BJP തോറ്റില്ലേ? ഇന്ത്യയിലെ സാധാരണ ദലിതരും മുസ്ലിങ്ങളും പാവപ്പെട്ടവരും പൊളിറ്റിക്കലി എഡ്യൂക്കേഷൻ കിട്ടിയാൽ, തിരിച്ചറിഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് അജണ്ടകളും വിജയിക്കുകയില്ല എന്നാണ് കേരളത്തിലല്ല ഉത്തരേന്ത്യയിലെ വോട്ടർമാർ തെളിയിച്ചു. അങ്ങനെയാണ് അവർക്ക് തോൽവി തിരിച്ചറിയേണ്ടി വന്നത്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കോണ്ടസ്റ്റ് ആവശ്യപ്പെടുന്നത് ഒരു പൗരസമൂഹം എന്ന നിലയിൽ, ജാതി സമൂഹമല്ല, പൗരസമൂഹം. അംബേദ്കറുടെ രാഷ്ട്രീയം അവസാനം അങ്ങനെയാണ്. ഭരണഘടന ഇന്ത്യക്ക് വേണ്ടി എഴുതിയത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പേരിട്ടത്. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഒരു രാജ്യം എന്ന് പറയുന്നത് കുറേ വരേണ്യന്മാരുടെയോ മറ്റുള്ളവരുടെയോ അല്ല, എല്ലാവരുടേതുമാകുന്ന ഒരു രാഷ്ട്ര സങ്കല്പത്തിൻ്റെ പേര് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ആ ഒരു റിപ്പബ്ലിക്കൻ കോൺഷ്യസ്നെസ് ഉയർത്തിപ്പിടിച്ച അംബേദ്കറുടെ രാഷ്ട്രീയം ഏറ്റെടുക്കണം. ആ രാഷ്ട്രീയം എന്ന് പറയുന്ന അംബേദ്കറുടെ രാഷ്ട്രീയം ജാതി രാഷ്ട്രീയമല്ല, അംബേദ്കറുടെ രാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയമല്ല. ഡോക്ടർ അംബേദ്കറുടെ രാഷ്ട്രീയം ഭരണഘടനയുടെ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ രാജ്യത്തിന് ആകെയുള്ള പ്രതീക്ഷ ഭരണഘടനയുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഇന്ത്യ ഇന്ന് ഏറ്റെടുക്കേണ്ടത് ഭരണഘടനയുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ദലിതുകൾ എന്നൊക്കെയുള്ള നമ്മുടെ സാമുദായികമായ സ്വത്വങ്ങളും ഐഡൻറ്റിറ്റികളും ഒക്കെ നമുക്ക് ആഭ്യന്തരമായ നവീകരണത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പ്രശ്നങ്ങളാണ്. അത് സംരക്ഷിക്കേണ്ടതുണ്ട്, അത് നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ പൊളിറ്റിക്കലായി ഈ കണ്ണികൾക്ക് പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു ഭാവനയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ദർ നീഡ് എ ട്രാൻസിഷൻ ഫ്രം അവർ ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ് ടുവേർഡ്സ് എ കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഓഫ് ഇന്ത്യ. ഒരു പൊതുവായ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊതു സ്വത്വത്തിലേക്ക്, രാഷ്ട്രീയ സ്വത്വത്തിലേക്ക്, ജാതിമത ഭിന്നതകൾക്ക് അതീതമായി ഏകീകരിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഇന്ത്യ, ഒരു പുതിയ ഐക്യം. അവിടെ മതേതര പാർട്ടികൾ സ്വാഭാവികമായി ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അതേപോലെ നീതി നിഷേധിക്കപ്പെട്ട സമൂഹങ്ങൾ, പ്രത്യേകിച്ചും വലിയ ഇസ്ലാമോഫോബിയയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന ജനത എന്ന നിലയിൽ ഇന്ത്യയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കാൻ, ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കാൻ മതേതരത്വം ആഗ്രഹിക്കുന്നവർക്ക്, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള വിശാലമായ സമുദായങ്ങളുടെ കൂട്ടായ്മയും രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയും ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായൊരു ഇന്ത്യക്ക് വേണ്ടിയുള്ള അജണ്ടകളാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ. ആ നിലയ്ക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനെതിരായി വോട്ട് ചെയ്യുക എന്നതായിരിക്കണം. ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി നിലനിൽക്കുക എന്നതാണ്. അതുകൊണ്ട് സേവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യാനും ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളാനും നമുക്ക് കഴിയണം. അംബേദ്കർ പറഞ്ഞൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് എന്ന് അംബേദ്കർ പറഞ്ഞു. കേരള അസംബ്ലിയിൽ 51 അദ്ദേഹം വന്നപ്പോൾ അസംബ്ലി ചെയ്തൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഭരണഘടനയേക്കാൾ പ്രധാനമാണ് ഭരണഘടന ധാർമ്മികത. ഭരണഘടനയാണ് സുപ്രീം എന്ന് നമ്മുടെ ജഡ്ജി പറഞ്ഞല്ലോ. അംബേദ്കർ ഒരു കാര്യം മുന്നേ കൂട്ടി പറഞ്ഞിരിക്കുന്നു, ഭരണഘടന ധാർമ്മികത ഭരണഘടനയേക്കാൾ പ്രധാനമാണ്. അപ്പോൾ ഈ ഭരണഘടനയിൽ പറയുന്ന ആ തത്വങ്ങൾ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കാണാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രേരണയുടെയും നമ്മുടെ ധാർമ്മികതയുടെയും നമ്മുടെ പ്രതിബദ്ധതയുടെയും പേരാണ് ഭരണഘടന ധാർമ്മികത എന്ന് പറയുന്നത്. ആ ധാർമ്മികതയാണ് നമ്മൾ ഈ നഷ്ടപ്പെടുന്നത്. ആ ഭരണഘടന ധാർമ്മികതയാണ് ഭരണകൂടം ഭയപ്പെടുത്തുന്നത്. ഭയം, ഭരണകൂടത്തിൻ്റെ വിരട്ടലുകളുടെ മുമ്പിൽ തലകുനിക്കാൻ പോയാൽ, അവിടെ മുട്ടു വളച്ചാൽ സ്വാതന്ത്ര്യത്തിന് നമുക്ക് അർഹതയുണ്ടാവുകയില്ല. ഏത് ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നെഞ്ചി വിരിക്കാനും ജനങ്ങളുടെ അവകാശം കൊണ്ട് പൊരുതി ഭരിക്കാനുമുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. റെനഡെ ഗാന്ധി ആൻഡ് ജിന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, നീതി നിഷേധിക്കപ്പെടുന്ന അധികാര ശക്തികൾക്കെതിരെ നെഞ്ചി വിരിച്ച് നിൽക്കാനുള്ള പൗരന്റെ തൻ്റെ ഇടത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം. പ്രിയമുള്ളവരെ, അംബേദ്കറുടെ ഈ വാക്കുകൾ നമ്മൾ ഏറ്റെടുക്കണം. ഇന്ന് ഈ രാജ്യത്ത് എല്ലാം തട്ടിത്തകർക്കുന്ന, മനുഷ്യരെ കൊല്ലുന്ന, ഹിംസയുടെ രാഷ്ട്രീയം പറയുന്ന ഈ സംഘപരിവാറിൻ്റെ സമഗ്രാധിപത്യത്തിനെതിരെയുള്ള തൻ്റെ ഇടം, അതുതന്നെയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ആ തൻ്റെ ഇടത്തോടെ ആത്മവിശ്വാസത്തോടെ ഒന്നിച്ചു നിൽക്കാൻ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നു. തീർച്ചയായും അത് നമ്മളോടും നമ്മുടെ രാഷ്ട്രത്തോടും വരാൻ പോകുന്ന നമ്മുടെ തലമുറകളോടുമുള്ള ഉത്തമരായ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ പ്രതിബദ്ധതയുടെ പ്രശ്നമാണ്, സത്യസന്ധതയുടെ പ്രശ്നമാണ്. ആ സത്യസന്ധതയുടെ ധാർമ്മികതയുടെ ആഹ്വാനത്തിന് ചെവിക്കൊണ്ടുകൊണ്ട് ഒറ്റ
ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി നമ്മുടെ ഭരണഘടന മതേതരത്വം എന്ന വാക്ക് എഴുതി വെക്കുന്നില്ല. അംബേദ്കറോട് അന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ സെക്കുലർ എന്ന വാക്ക് എഴുതി ചേർക്കാഞ്ഞത് എന്ന്. അംബേദ്കർ പറഞ്ഞു, ഒരു വാക്കിൻ്റെ മാത്രം പ്രശ്നമായി മതേതര ഭാവനയെ ചുരുക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണഘടന 1-ാമത്തെ ആർട്ടിക്കിൾ മുതൽ ഭരണഘടനയുടെ അവസാനം വരെ ഇന്ത്യൻ ഭരണങ്ങളിൽ ഉടനീളം മുഴങ്ങി നിൽക്കുന്നത് മതേതര ഭാവനയാണ്. ആകമൊത്തം ഈ ഭരണഘടനയിൽ ഒരു മതേതരത്വമുണ്ട്. അതൊരു വാക്കിനേക്കാൾ വലിയ അർത്ഥതലങ്ങളുള്ളതാണ് എന്ന് അംബേദ്കർ പറഞ്ഞുവെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളണം. അതുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കറുടെ ആ ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് തന്നെയാണ്, ഒരു ഭരണഘടനയുടെ രാഷ്ട്രീയം തന്നെയാണ് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിഹാരത്തിലേക്ക് വീണ്ടും ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. ഒരു ദേശീയത എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ ജനാധിപത്യ ഭാവനകളെ പുലുകുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന, അതിന് ഹൃദയവും മനസ്സും സമർപ്പിക്കുന്ന വികാരത്തിൻ്റെ പേരാണ് ദേശീയത എന്ന് പുനർവായന നടത്താൻ നമുക്ക് കഴിയണം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നാഷണാലിറ്റിയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണഘടന രാഷ്ട്രീയവും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് സമഗ്രാധിപത്യ ശക്തികളിൽ രക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം, മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സ്പർശത്തിന് എനിക്ക് അവസരം തന്നതിന് പ്രത്യേകമായി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭീം.